നമ്മുടെ ഇന്നത്തെ യാത്ര ബീച്ചിലേക്കാണ്. നല്ല മൺസൂൺ ടൈമാണ്, നല്ല മഴ പെയ്യുന്ന ടൈമാണ്. മഴയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായതാ. രാവിലെ തൊട്ടേ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല. പിന്നെ കസിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മഴയില്ലാത്ത ക്ലൈമറ്റ് ഉണ്ടായപ്പോൾ നമുക്ക് ബീച്ച് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരുപോലെ റെഡിയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പയ്യാമ്പലം ബീച്ചിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. മുന്നേ പല തവണ ബീച്ച് പോയിട്ടുണ്ടെങ്കിലും നല്ലൊരു ക്ലൈമറ്റിലാണ് പോയിട്ടുണ്ടായത്. ഈ ഒരു മഴക്കാറുള്ള ക്ലൈമറ്റിൽ പോയിട്ടേ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു ക്ലൈമറ്റ് പോയപ്പോൾ ആ ഒരു ലുക്ക്, എൻ്റെ അമ്മോ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ മിസ് ചെയ്തല്ലോ ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും അടിപൊളി ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു. ആ ഒരു ക്ലൈമറ്റും ആ ഒരു തണുത്ത കാറ്റും എല്ലാം കൂടിയായപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. മഴയത്ത് ബീച്ച് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷേ നമ്മൾ പോയ ടൈം ഓറഞ്ച് അലേർട്ട് അല്ലെങ്കിൽ യെല്ലോ അലേർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ക്ലൈമറ്റ് ഓക്കെ ആയിരുന്നു, അത്ര വലിയ മഴയുള്ള ദിവസമായിരുന്നില്ല. ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഇത് മാത്രമല്ല, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായില്ല, വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കരയിൽ നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ബീച്ചിൻ്റെ ആ ഒരു വ്യൂ, മൺസൂൺ വ്യൂ ആസ്വദിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വെക്കേഷനിൽ വന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഒരുമിച്ച് കളിക്കാനും പറ്റുള്ളൂ. കുട്ടികളും അവിടെ നിന്ന് നല്ല അടിപൊളിയായി കളിക്കുമായിരുന്നു. പക്ഷേ ചെറുതായി മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം തന്നെ നമ്മൾ കൊടിയും എടുത്ത് കുറച്ച് പിക്ചേഴ്സും എടുത്തിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് നന്നായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ നേരെ അവിടെ കണ്ട ഒരു ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സ്നാക്സ് ആയിരുന്നു, ഗോപി മഞ്ചൂരിയനും മുളക ബജിയും. പിന്നെ ആ ഒരു ക്ലൈമറ്റിലുള്ള ആ ഒരു ചൂട് സ്നാക്സും ചൂട് ചായയും പിന്നെ ആ ബീച്ച് വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു, അത്രയും സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു മിനി ബീച്ച് വ്ളോഗ്.